കേൾക്കുമ്പോഴത്തേക്ക് ഒരു ചൊറിച്ചിൽ തോന്നുമെങ്കിലും ഞാൻ ഈ പറയുന്നത് ഉള്ളതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ഇത്രയും കാലം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു, എസ്പെഷ്യലി നമ്മളെ 90s കിഡ്സിന്. പക്ഷേ ഇനിയുള്ള തലമുറയുടെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കെ. നമ്മളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തായിരുന്നു? നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, ഏറ്റവും പെർഫെക്റ്റ് മോഡൽ എങ്ങനെ ചെയ്യാം, അതിലായിരുന്നു നമ്മളെല്ലാവരും ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയുള്ള തലമുറയ്ക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. ഒരൊറ്റ സ്കില്ല് വെച്ചിട്ട് ജീവിതം രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും പോസിബിൾ ആയുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇനി നമ്മളായിക്കോട്ടെ, നമ്മുടെ താഴോട്ട് വരുന്നവരായിക്കോട്ടെ, അതേപോലെ നമ്മുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കോ ആയിക്കോട്ടെ, നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു ഉപദേശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് മോർ ഓൺ പെർഫെക്ഷൻ, ഫോക്കസ് മോർ ഓൺ കോൺഫിഡൻസ്. ബിക്കോസ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് വരുത്തുക എന്നുള്ളതാണ്. പക്ഷെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നു, അതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് വരാം, ആ മിസ്റ്റേക്ക് നമ്മൾ എത്രത്തോളം സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണമെന്നൊരു സംഭവം അതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പരമാവധി കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ആ ഒരു രീതിയിൽ മാത്രം അവരെ മെന്റർ ചെയ്യുക.